ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും അതല്ല ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളായിരുന്നാലും ശരി, ശക്തമായും ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ മുമ്പിലുണ്ട്. ശരി, നല്ലത്. കാരണം ഒരു കാലത്ത് ഇസ്ലാം മതം വിമർശനങ്ങൾ കന്യമാണ് എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിൽ നിന്ന്, ഇസ്ലാമിനെതിരെ ഒരു വാക്ക് പറയാൻ ഭയന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരൊരുപാട് മാറി ചിന്തിക്കാൻ തയ്യാറായി. അത് തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. വളരെ നല്ലത്. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം വലിയ രൂപത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനുമേൽ വിലങ്ങ് തടികളാണ് ഇടുന്നത്. ആ വിലങ്ങ് തടികൾക്കെതിരെയാണ് ശക്തമായ രൂപത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവുമായിട്ട് നമ്മൾക്കൊക്കെ വരേണ്ടി വരുന്നത്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധമായിട്ടും സ്ത്രീ വിരുദ്ധമായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ടുമുള്ള ആശയങ്ങളും നിലപാടുകളും മതവിധികളും ഒക്കെയായി രംഗത്ത് വരുമ്പോൾ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും രാഷ്ട്രീയ പ്രമുഖരും ഉണ്ടാകും മുന്നിൽ. പിന്നെ ഒരു കാലത്ത് പുരോഹിതർ പ്രാക്ടീസ് ചെയ്തിരുന്നത് അതിനെയാണ് വീട്ടിൽ ഭദ്രപാട് അടക്കമുള്ളവർ ചോദ്യം ചെയ്ത് ഒളിച്ചെഴുതിയത്. എന്നാൽ ഇസ്ലാമിന്റെ കാര്യം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ മതപ്രമാണമായ ഖുർആൻ, അതുപോലെ തന്നെ ഖുർആൻ ഓരോ ആയത്തും ഇറക്കപ്പെട്ട സാഹചര്യം വിശദമാക്കുന്ന ഹദീസുകൾ, സ്വഹീഹായ ഹദീസ്, ബുഖാരിയുടെയും ഇമാം ബുഖാരിയുടെ ഹദീസ്, സ്വഹീഹായ ഹദീസുകളും അതിന്റെ വിശദീകരണമായ തഫ്സീറുകളും എല്ലാം വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു പെണ്ണ് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ പോലും അതിന് രണ്ട് പുരുഷന്മാരുടെ സാക്ഷി വേണം, അല്ലെങ്കിൽ അത് അവൾ നുണ പറഞ്ഞായിട്ട് ഇസ്ലാം തരുന്നുള്ളൂ. ഇത് ഇസ്ലാമിലുള്ള നിയമമാണ്. Can you ever imagine about this kind of a black tradition? ഒരു ലോകത്ത് ഈ 21ാം നൂറ്റാണ്ടിൽ ഇത്രയും അന്ധകാരം നിറഞ്ഞ ഒരു സമുദായത്തെ ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ പറയാൻ കാരണം, ഒരു സ്ത്രീ ഒരിടത്ത് വെച്ച്, വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവൾ വീട്ടിൽ ബലാത്കാരം ചെയ്യപ്പെട്ടു. അവൾ ഒരിടത്ത് പരാതിപ്പെട്ടാൽ, ഇസ്ലാമിക കോടതിയിൽ പരാതിപ്പെട്ടാൽ, കോടതി ആദ്യം ആവശ്യപ്പെടുക, നിങ്ങൾ രണ്ട് പുരുഷ സാക്ഷികളെ ഹാജരാക്കാൻ പറയും. ഇതെന്താ, ബലാത്കാരം ചെയ്യാൻ പോകുമ്പോൾ മോനെ പിന്നെ എന്നാരും പറയും. അപ്പൊ അന്ധമായി സ്ത്രീക്ക് ഒരിക്കലും നീതി കിട്ടരുത് എന്ന രീതിയിലാണ് ഈ സാധനം മുഴുവൻ എഴുതിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ മുഴുവനുള്ളത് ഇതാണ്. അത് എന്താണ്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, ഇപ്പൊ ഒരാളെ പറ്റി പറഞ്ഞില്ലേ, ഏതൊരു സഖാ. ഈ സഖാഫിയും ഈ പറഞ്ഞ ഇതൊക്കെ ഡിഗ്രികളാണ്. ഇവരുടെ ഇസ്ലാം മതത്തിൽ ഈ മതം പഠിച്ചിട്ടുള്ള ഡിഗ്രികളാണ്. നദ്വി, സഖാഫി എന്നൊക്കെ ഡിഗ്രികൾ. അതെ. അപ്പൊ ഇവരൊക്കെ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഇവർ സത്യസന്ധരാണ്, ഇസ്ലാമിൽ സത്യസന്ധരാണ് സുന്നികൾ. എന്താ കാരണം? അവർ ഇതിനകത്തുള്ള മുഴുവൻ വിട്ടിട്ട് ഞങ്ങൾ പുറത്ത് വിളിച്ചു പറയുന്നു. അത്രേ ഉള്ളൂ. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനവും, അതായത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് ഇതര സംഘടനകളും ഒക്കെ ഇസ്ലാം എന്തോ വലിയ ആനയാണ്, ചേനയാണ് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ശരിയായ ഇസ്ലാം എന്താണ്, സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ്, അമുസ്ലിങ്ങളെ കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത് എന്ന് മറയില്ലാതെ, സെൻസർ ഇല്ലാതെ ഇവർ തുറന്നു മതത്തെ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ പുറത്ത് കുത്തിയിട്ടിട്ട് ഇത് വളരെ പരിഷ്കൃതമായ ഒരു മതമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇതൊന്നും പുറത്ത് പറയാതിരിക്കുന്നു. എന്നാൽ ഞാൻ പറയാം, ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു മുസ്ലിം സുഹൃത്തിന്റെ വിവാഹത്തിന് പങ്കെടുത്തു. ഇപ്പോഴല്ല, 8 വർഷം മുമ്പേ. ആ വിവാഹത്തിൽ ഞാൻ പോയപ്പോ ഈ മറയിട്ടിട്ട് ഒരു ഭാഗത്ത് പുരുഷന്മാരെ കാണാൻ പോലും പറ്റില്ല. ആ വിവാഹത്തിന്റെ പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ, പന്തലിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് ഭാഗം ശരിക്കും മറച്ചിരിക്കുകയാണ് പുരുഷന്മാരെ, സ്ത്രീകൾ. ഇപ്പോഴും അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി വലിയ ജമാഅത്ത് പ്രവർത്തകരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും സ്ത്രീയും പുരുഷനും വിവാഹ സൽക്കാരങ്ങൾ പോലും. ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, മുജാഹിദ്, തബ്ലീഗുകാര്, ഇപ്പം തൗഹീദ് ജമാഅത്തിന്റെയും തബ്ലീഗ് ജമാഅത്തിന്റെയും ഒക്കെ ആളുകള് വീട്ടിലെ ലാൻഡ് ഫോൺ അടിച്ചാൽ കുട്ടികളെ കൊണ്ടാണ് ഫോൺ എടുപ്പിക്കുക. അതാണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ. നമ്മൾ സാധാരണഗതിയിൽ ഫോൺ എടുക്കുമ്പോൾ ഹലോ എന്ന് പറയും, ഇവര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പക്ഷേ ഇത് പുറത്ത് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയുടെ അടി കൊള്ളാനോ ഇതുപോലെ ചർച്ചകളുടെ തല്ല് കൊള്ളാൻ നിൽക്കില്ല. കാന്തപുരത്തിൽ ഇപ്പോഴും നേരെ പഠിച്ചായിട്ടില്ലാത്തതുകൊണ്ട് കാന്തപുരം ഇപ്പോഴും കോഴി പോകുന്നവർ, അന്ധനായ കോഴി ഉച്ചയ്ക്ക് പോകുന്നത് പോലെ, ഒന്നുകൂടി പറയാം, അന്ധനായ കോഴി ഉച്ചയ്ക്ക് പോകുന്നത് പോലെ, സൂര്യൻ ഉദിച്ചോ ഇല്ലെന്ന് പോലും അറിയാത്ത കാന്തപുരത്തിന്റെ ആളുകൾ ഇപ്പോൾ ശക്തി പിടിച്ചു പറയുന്നു. ഇത് ഇസ്ലാമിന് അകത്തുള്ള സാധനങ്ങൾ വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ അപകടകരമായ വണ്ണം ബലാത്കാരം ചെയ്യപ്പെട്ടാൽ പോലും അവൾക്ക് 2 സാക്ഷികൾ വേണമെന്ന് ഇസ്ലാമിക കോടതി, അത് പുരുഷൻ സാക്ഷികൾ വേണം. പുരുഷന്മാർ പറയാനേ ബലാത്കാരം ചെയ്യപ്പെട്ടു. ഈ റേപ്പ് ചെയ്യാൻ വന്നതിന്റെ കൂട്ടുകാരാണെങ്കിലും ഇപ്പൊ വരുന്നവരെ സമ്മതിക്കും. ഇപ്പൊ ഇങ്ങനത്തെ കാടൻ നിയമങ്ങൾ ഇസ്ലാമിൽ മുഴുവനും സ്ത്രീകൾക്കെതിരെയുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇതിനെ പ്രതികരിക്കുന്നില്ല? കാരണം ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് പറയുന്നതിൽ വിഷമമുണ്ട്. ഒരു ഐ വാഷ് പോലെയാണ്. അതായത് നമ്മളെല്ലാവരും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയെ ചിത്രീകരിക്കുക മാത്രമാണ്. സത്യത്തിൽ എനിക്കോ അങ്ങേക്കോ ഇതിലൊന്നും യാതൊരു വോയിസും ഇല്ല. ഇവിടെ കെട്ടുറപ്പുള്ള മതങ്ങൾ ധരിക്കും. വളരെ കെട്ടുറപ്പുള്ള ഒരു നേതാവ് പറഞ്ഞാൽ അനുസരിക്കുന്ന, വോട്ടിടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സംഘടിതമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കഞ്ഞിലിട്ട് പാവ പോലെ കറക്കാൻ കഴിവുള്ള മതങ്ങളാണ് ഭാരതത്തിൽ ഏത് സംസ്ഥാനത്തിലും ഭരിക്കുന്നത്.
അപ്പൊ അവരെ പിണക്കിക്കൊണ്ട് അവരുടെ മതത്തിൽ ഇത്രത്തോളം കാടത്തം നിറഞ്ഞ സ്ത്രീവിരുദ്ധമായ ശിശുവിരുദ്ധമായ കാര്യങ്ങൾ പോലും ഉണ്ടെന്നുള്ളത് പുറത്തു പറയുവാൻ ആരും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ആ പാർട്ടി ഇവന് ജയിക്കില്ല. അപ്പൊ എല്ലാം മതം തന്നെയാണ് അന്നും ഇന്നും നിയന്ത്രിക്കുന്നത്. ഹിന്ദു മതം എന്തുകൊണ്ടാണ് അത്തരത്തിൽ കെട്ടുറപ്പുള്ള സംഘടനാ രൂപത്തിലേക്ക് ഇസ്ലാം മതത്തെ പോലെയോ ക്രിസ്തു മതത്തെ പോലെ വളരാത്തത്? കാരണം ഇതിനകത്ത് ഞാനും അനിൽജിയും ഒക്കെ പോലെ തലയ്ക്കകത്ത് വിളിച്ചിട്ടുള്ള ആളുകളാണുള്ളത്. അല്ലെങ്കിൽ ഇത് കെട്ടിയിട്ടിട്ട് എല്ലാവരും ഇത് ഒരുപോലെ മാർച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നമ്മളാരും സമ്മതിക്കില്ല. കാരണം നമുക്ക് വിദ്യാഭ്യാസത്തെ, അത് പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടാണ് ഒരിക്കലും പറയരുത്. പാശ്ചാത്യ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിൽ ആദ്യം മാക്സിക്കാനിലെ പോപ്പിന് പകരം സ്ത്രീ ഈ 2000 മക്കളുടെ ചരിത്രത്തിൽ ഒരു സ്ത്രീ പോലും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ജുവാന പാർക്ക് എന്ന് പറഞ്ഞ സ്ത്രീയെ അവർക്ക് ദൈവദർശനം കിട്ടിയെന്ന് പറഞ്ഞതിന്റെ പേര് വൈക്കോട്ടൂരിൽ കെട്ടി കത്തിച്ചാലാണ് ഈ പോപ്പിന്റെ ആളുകൾ ക്രിസ്തുമതത്തിന്റെ പുരോഗമനം പറയുന്നത്. എത്രയോ സ്ത്രീകൾ മതത്തിന്റെ എല്ലാറ്റിലും കിട്ടിയെന്ന് അവകാശപ്പെട്ടതിന്റെ പേരിൽ വൈക്കോട്ടൂരിൽ കെട്ടിയിട്ട് കത്തിക്കുകയും മുക്കാലിൽ കെട്ടിയിട്ട് താഴെക്കൂടെ തീ കൂട്ടി കൊല്ലുകയും ചെയ്തിട്ടുള്ള എത്രയോ കഥകൾ, എത്രയോ ചരിത്ര വസ്തുതകൾ വാറ്റിക്കാനിലുണ്ട് ഇപ്പോൾ. അപ്പൊ ഈ രണ്ടു മതങ്ങളും അടിസ്ഥാനപരമായി സ്ത്രീയെ പുരുഷന് ശേഷം പുരുഷന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം സൃഷ്ടിച്ച മതങ്ങളാണ്. എന്നാൽ ഭാരതത്തിൽ സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകം എന്താണ്? ശങ്കരാചാര്യ എഴുതി വെച്ചത്, ശിവശക്തിയുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യം പ്രഭവതി എന്നാണ്. അതായത് ശക്തിയോട് കൂടെ അല്ലാതെ ശിവന് സ്പന്ദിക്കാൻ പോലും സാധിക്കില്ല. ശക്തിയുടെ മാതൃത്വത്തിന്റെ സ്ഥാനം ശിവനേക്കാൾ പുരുഷനേക്കാൾ മേലെ എടുത്തു വെച്ചിരിക്കുകയാണ് ശങ്കരാചാര്യൻ. എന്തിനാണ് ചെയ്തത്? കാരണം മാതൃത്വം ഇല്ലാതെ ഇവിടെ പിതൃത്വം ഇല്ല. കാരണം എല്ലാത്തിനും അടിസ്ഥാന മൂല കാരണമായത് പരാശക്തിയാണ്, സ്ത്രീയാണ് എന്ന് ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഭൂമിയിലുള്ളൂ. ഈ മദർ മേരിക്കൊക്കെ ഏത് കാലത്താണ് ആരാധനാ സ്വാതന്ത്ര്യം ഉള്ളത്? 1981 അവരൊരു പ്രമേയം പാസാക്കിയത്. ഇനി മദർ മേരിയോട് പ്രാർത്ഥിക്കാമെന്നല്ല, മദർ മേരിയോട് അപേക്ഷിക്കാം. എന്തിനു വേണ്ടി? അവിടെ പോയി ദൈവത്തോട് പറയാം, മദർ മേരി കോച്ച് വുമന്റെ ജോലിയുള്ളൂ. നേരിട്ട് അവരോട് പ്രാർത്ഥിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നേ പറയുള്ളൂ. നിങ്ങൾ അവിടെ പോയിട്ട് ദൈവത്തോട് അപേക്ഷിക്കുക, ഞങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ മിഡിൽ ഏജ് ഇങ്ങനെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാനും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതര രാഷ്ട്രീയ പ്രമുഖരും ചാനലുകാരും ഒക്കെ തയ്യാറായപ്പോൾ ഇവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിലായി ഇവർക്ക് മറുപടി. കാരണം ഇതുവരെ വോട്ട് ബാങ്കിനെ ഭയന്ന് പ്രീണിപ്പിച്ച് ഒരു രൂപത്തിലും ഇവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്നില്ല. തുറന്നു പറഞ്ഞാൽ അയ്യോ സമൂഹം നമ്മളെ എങ്ങനെയാണ് കാണുക? ഇതുവരെക്കും തന്നെയുമല്ല, രാഷ്ട്രീയ പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേതാവുണ്ട്, അവർക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വം ഏത് രൂപത്തിലുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളുമാണോ ഒരു വിഷയത്തിൽ കൈക്കൊള്ളുന്നത്, അതല്ലാതെ അതിന് വിപരീതമായ മറ്റൊന്ന് അണികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പുറത്ത് പറയാനും പറ്റില്ല. അതുകൊണ്ട് എന്താണോ അവര് പറയുന്നത് അതിനനുസൃതമായി വിദ്യാ ഗുരുസാഗർ മൂർത്തി പറയുന്നു, ക്ഷേത്രങ്ങളിൽ സ്ത്രീകളായിട്ടുള്ള പൂജാരികൾ വരെയുണ്ട്. സ്ത്രീകൾ സ്വതന്ത്രരായിരിക്കുന്നു. മനുസ്മൃതി ഹിന്ദുക്കളിൽ 99% ആളുകളും കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര ഗ്രന്ഥം എന്താണോ പറഞ്ഞത് അത് തന്നെയെ ഞങ്ങൾ അനുസരിക്കൂ എന്ന് പറഞ്ഞു മുറുകെ പിടിച്ച് വലിഞ്ഞു കിടക്കുന്ന ഒരു സമൂഹത്തോടാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. ഒരു സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെട്ടാൽ ഏത് സാക്ഷികളെയാണ് ആ പെണ്ണുരുത്തി കൊണ്ടുവന്ന് നിർത്തേണ്ടത്? കൂട്ടബലാത്കാരത്തിന് ഇരയാകുന്ന പെൺകുട്ടികളുണ്ട്. ഇപ്പൊ മുമ്പ് ഒരു രാഷ്ട്രീയ പ്രമുഖൻ പറഞ്ഞിരുന്നു, KT ജലീലിനെ പോലെയുള്ള, അതായത് ഇവിടെ ഒരു മത നിയമം പാസ്സാക്കണം. എന്ത്? മലദ്വാർ ഗോൾഡ് പാടില്ല എന്ന്. കാരണം മതപരമായിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാലേ ഇവരിത് ചെയ്യാതിരിക്കൂ. അപ്പൊ ഈ രാജ്യത്ത് ഭരണഘടനാ മൂല്യങ്ങളെ പരിഗണിക്കാതെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം മാത്രമേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയുന്നവരോടാണ് നമുക്ക് പാകിസ്ഥാനിലേക്ക് വഴി കാണിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. ഈ രാജ്യത്ത് ഒരു പാകിസ്ഥാനെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിലും നല്ലത് നിങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുത്ത പാകിസ്ഥാനിലേക്ക് പോകുന്നതല്ലേ? ഇവിടെയുള്ള ജനങ്ങൾ ഭരണഘടനാ മൂല്യങ്ങളെ മുൻനിർത്തി അതിനെ അനുധാവനം ചെയ്ത് മര്യാദയ്ക്ക് സ്വതന്ത്രരായും സ്വസ്ഥരായും മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കട്ടെ എന്ന് പറയേണ്ടി വരുന്നത് ഇത്തരം തത്വങ്ങളിൽ അധിഷ്ഠിതമായി ഇവർ സംസാരിക്കുന്നത് കൊണ്ടാണ്. നന്ദി.